പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് തുറങ്കിലടച്ച ഫാദർ സ്റ്റാൻ സ്വാമി 80 വയസ്സ് പാർക്കിൻസൺസ് രോഗി അദ്ദേഹം ജാമ്യം കൊടുക്കാതെ ജയിലിനുള്ളിൽ മരണപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമി അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനെയും ഒരു മതമേലധ്യക്ഷന്മാരെയും കണ്ടിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. കാരണം ഇലക്ഷൻ കാലം വരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി പാർലമെന്റിൽ ഉയരുന്ന ശബ്ദങ്ങൾ എത്രയുണ്ടായിരുന്നു? ഒറ്റൊരുത്തനും ഒരു MP-യും ഇതുവരെ അദ്ദേഹത്തിന് വേണ്ടി പാർലമെന്റിൽ സംസാരിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. സംസാരിച്ചിട്ട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നടക്കുന്ന നാടകങ്ങളൊക്കെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണ്ടിയാണ് എന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇത് വോട്ടിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ കാണിക്കുന്ന നാടകങ്ങളൊക്കെ വോട്ടിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അന്ന് ആരും ഉണ്ടായിരുന്നില്ല. എക്സ്റ്റേണൽ തേർഡ് പാർട്ടി ഏജൻസി വഴി എവിഡൻസ് അല്ലെങ്കിൽ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ പ്ലേസ് ചെയ്ത് അദ്ദേഹത്തെ കുടുക്കിയ ഈ സംഭവത്തിനെ എതിർക്കാനായിട്ട് ഇവിടെ ഒരു മതമേലധ്യക്ഷന്മാരെയും കണ്ടില്ല. കാരണം വോട്ട് കിട്ടില്ല. അദ്ദേഹം സീറോ മലബാർ സഭയുടെ പ്രതിനിധിയല്ല. ഒരു നിയോൺ നാസി ലൈനാട്ടോ. ഞാൻ പിന്നെ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.